എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും വീണ്ടും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഹരിവരാസനം എന്ന ഗാനത്തിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും ചരണവുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഫ്ലൂട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് വരുന്നത്. ചെറിയൊരു വ്യത്യാസത്തിൽ വരും. അതായത് ദിസനി പനിസരിമരി ദിസനി 1 2 3 പനിസരിമ പനിസരിമ സ്പീഡായിട്ട് വരും. പനിസരിമ രീ ദിസനി 1 2 3 പനിസരിമരി. మంటూ సరిమ పని మంటూ పరిసరి సని సా మంటూ సరిమ పని మంటూ పరిసరి సని సా మంటూ సరిమ పని మంటూ పరిసరి సని సా మంటూ അത്ര ഞാൻ വായിക്കാം. ഒന്നുകൂടി വായിക്കാം. ദിസനി 1 2 3 പനി സരിമരി 1 2 സരിമ പനി പനി സരി സനി സാ సని సని పని పమ పమరి రిమ పసాని పమరి సా సని సని పని పమ పమరి రిమ పసాని పమరి సా. എല്ലാം ഞാൻ ഫുള്ളടിച്ച് ചേർത്ത് വായിക്കാം. ദിസനി 1 2 3 പനി സരിമരി സരിമ പനി പനി സരി സനി സാ ദിസനി സനി പനി പമ പമരി റിമ പസാനി പമരി സാ. എന്നിട്ട് വായിക്കാം. 3 4 ഇതാണ് എൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ആദ്യത്തെ ചരണം അനുപല്ലവിയുടെ അതേ ട്യൂൺ തന്നെയാണ്. പക്ഷെ ദാസേട്ടൻ രണ്ടാമത് റെക്കോർഡ് ചെയ്തപ്പോൾ പല്ലവിയായിട്ടുള്ള സാമ്യമുള്ള ട്യൂണിലാണ് പാടിയിരിക്കുന്നത്. അതിൻ്റെ സ്വരം ഞാൻ പറഞ്ഞുതരാം. പ്രണയ സത്യകം പ്രാണനായകം നിസസ സരി സരി സനി നി സസ സന്നി നിരി സസ പ്രണയ സത്യകം പ്രാണനായകം നിസസ സരി സരി സനി നിരി സസ സനി നിരി സസ.
പ്രണയകൽപകം നിസരി സാ സമരിസനിപ നിസരി സാ സമരിസനിപ സുപ്രഭാജിതം നിസരി സാ സമരിസനിപ രി സ സാ സ സാ നിസരി സാ സമരിസനിപ പരിരി സ സാ സ സാ. ചേർത്ത് വയ്ക്കുമ്പോൾ പ്രണവമന്ദിരം കീർത്തനപ്രിയം രിമമമാമമാരി സരിമമാമമ രിമമമാമമാരി സരിമമാമമ. ഹരിഹരാത്മജം ദേവമാശ്രയേ മപമപാനി പമരീ പമരീ സസാ സസാ മപമപാനി പമരീ പമരീ സസാ സസാ. അപ്പൊ പ്രണയ സത്യകം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. അത് ഞാൻ ചേർത്ത് വായിക്കാം. അപ്പോൾ പ്രണയസത്യകം എന്നുള്ള വരിയുടെ ട്യൂൺ ഞാൻ ചേർത്ത് ഫുള്ളായിട്ട് വായിക്കാം. ഇത് വായിക്കാം. ഇതാണ് ചരണത്തിന് വേണ്ടി നമ്മൾ വായിക്കുന്ന സ്വരങ്ങൾ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. സെയിം സ്വരങ്ങൾ തന്നെ. മ പ പ പ പ പ മാരി മ പ പ പ പ പ പനി നി 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 സനി പമരി സാ സ സാ. അത് തന്നെ സെയിം ആയിട്ട് വരും. പിന്നെ അടുത്ത ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ വായിച്ചാൽ മതി. പാനി പമ പ സനി 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 പനി രി സനി സാ രി നി സ പനി മ പ മരി മ പനി പ സനി പ രി മ സരി സാ. അത് കഴിഞ്ഞിട്ട് അനുപലയുടെ ശരണ കീർത്തനം അതേ മപ മപ പസനി അത് തന്നെ വായിച്ചാൽ മതി. വരി വേറെ വരും.
അങ്ങനെ 13 സ്റ്റാൻസകൾ മൊത്തമുണ്ട്. അതിലെ അവസാനത്തെ സ്റ്റാൻസ 13ാമത്തെ സ്റ്റാൻസ തിരിച്ചും മറിച്ചും ശ്രിതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം ശ്രുതിവിഭൂഷണം സദനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാസയെ. ഞാൻ പാടിപ്പോൾ തെറ്റിപ്പോയി, വായിച്ചു കാണിക്കാം. അത് പ്രണയസത്യക എന്ന് വായിച്ച അതേ സ്വരങ്ങൾ തന്നെ വായിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് അവസാനം കോറസ് വരുമ്പോൾ കുറച്ച് വ്യത്യാസം വരും. അത് ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, അത് റിമമമാരി സരിമമമാന്ന് വരും. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ മപപപപപ മാരി മപപപപപ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ പനിനി നീ പാമ പനിനി നീ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ നിസ സ സ നി പ നിസ സ സ. ആ അവസാനത്തെ ശരണമയ്യപ്പ അതിന് നിസ സ സ 3 തവണ വരും. അവസാനത്തെ 3ാമത്തെ തവണ വായിക്കുമ്പോൾ നിസ സ സ രി നി നിസ സ സ. അങ്ങനെ 3 വായിക്കാം. അപ്പൊ അവസാനത്തെ 3 ശരണമയ്യപ്പ സ്വാമി ഞാൻ വായിക്കാം. അവസാനത്തെ ശരണമയ്യപ്പ ആദ്യം തൊട്ട് ഫുള്ളായിട്ട് വായിക്കാം. ഇങ്ങനെ ശരണമയ്യപ്പ വായിച്ച് നിർത്തും. 13 സ്റ്റാൻസ കഴിഞ്ഞിട്ട് ആണ് ഈ ശരണമയ്യപ്പ രി സരി മപപപപപ മാരി മപപപപപ പനിനി നീ പാമ പനിനി നീ നിസ സ സ നി പ നിസ സ സ നിസ സ നി പ നിസ സ
നി സ സ സ സ സ രി നി നി സ സ സ സ സ. അത്രയും വായിച്ച് നമ്മൾ നിർത്തും. ഇത് എല്ലാവർക്കും പരിപൂർണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ള എല്ലാ ഫ്രണ്ട്സിനും എത്തിക്കണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പൂർണ്ണരൂപം ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും വീണ്ടും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.